അറിയൂല. ഏതായാലും ആ ഭാഗത്ത് ഇപ്പോൾ വിശാലമായ കക്കൂസുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്, ബാത്റൂമുകളാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മലയുടെ ഒരു പരിസരമാണ് ഷാബ് അബി താലിബ്, അബി താലിബിന്റെ ചെരുവ്, പിന്നെ ജബൽ അബൂ ഖുബൈസ് മല. ഈ മക്ക ഹറം എന്ന് പറയുന്നത് കാബാലയം നാല് മലകൾ കൊണ്ട് ചുറ്റപ്പെട്ടതായിരുന്നു. അതിൽപ്പെട്ട ഒരു മലയാണ് ജബൽ അബൂ ഖുബൈസ്. അബൂ ഖുബൈസിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷക്കാലം ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ കാട്ടിൽ പോയി താമസിക്കുകയും ഭക്ഷണമൊന്നുമില്ലാഞ്ഞിട്ട് പച്ചിലകൾ തിന്നുകയും ആട് കാട്ടിക്കുന്നതുപോലെ കാട്ടിക്കുകയും ചെയ്ത് ഉപരോധം ഏർപ്പെടുത്തിയ ഒരു പ്രദേശമായിരുന്നു പിന്നെ ജബൽ അബൂ ഖുബൈസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ഈ മലമ്പ്രദേശമാണ്. ഇങ്ങനെ പ്രവാചകന്റെ ചരിത്രവുമായി ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സന്ദേശങ്ങളുള്ള പ്രദേശത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു പന്തലിട്ട ഭാഗം, അവിടെ ഒരു കിണറുണ്ട്. ആ കിണർ എന്ന് പറഞ്ഞാല് പിന്നെ സംസം കിണറിൽ നിന്ന് വെള്ളമെടുത്തിട്ട് ശുദ്ധീകരിക്കാതെ വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ആ കാണുന്ന ഭാഗം. ഇവിടുത്തെ പഴയ ആളുകളൊക്കെ ശുദ്ധീകരിക്കാത്ത സംസമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇതിന്റെ പരിസരത്ത് ഈ കാണുന്ന മലകളിലൊക്കെ തന്നെ ഇവിടെ ഹജ്ജിന് വന്ന വിദേശികളായ ആളുകൾ താമസിച്ചിരുന്നതായിരുന്നു. അവരൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ പുതിയ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ഒരു ചരിത്ര പ്രദേശമായ മസ്ജിദുർ റായയുടെയും മസ്ജിദ് ഷജറയുടെ ഒക്കെ പരിസരത്തേക്കാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ചരിത്രം പഠിക്കാനും പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ കാണാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകി അർഹിക്കുന്ന രീതിയിൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.